അതുകൊണ്ട് നമ്മുടെ ഒരു അവയർനെസ് കുറവ് ഇതിലുണ്ടല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാലിന്യ പ്രശ്നം തന്നെ നമ്മൾ തോന്നിയിടത്തൊക്കെ മാലിന്യം നിക്ഷേപിക്കുന്നു. പ്രത്യേകിച്ചും റോഡിന്റെ വശങ്ങളിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡുകളിലേക്ക് കൂടുതലായി നായകൾ എത്തുന്നു. നമ്മുടെ അവയർനെസ് കുറവും ഇതിന് വലിയ കാരണമായി തീരുന്നില്ലേ? തീർച്ചയായിട്ടും. അതല്ലേ ഞാൻ പറ്റി പറഞ്ഞേ, നായകളുടെ എണ്ണപ്പെരുപ്പം നായകളുടെ പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണമായി വരുന്ന വസ്തുക്കൾ നാടിന്റെ പല സ്ഥലത്തും താങ്കൾ പറഞ്ഞതുപോലെ റോഡിലും മറ്റേ ഗ്രൗണ്ടിലും അതുപോലെ പുഴക്കരയിലും തോടിന്റെ കരയിലും ഒക്കെ കൊണ്ടിടും. അപ്പൊ സ്വാഭാവികമായി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ വരും. നായകളെ ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞത് അവസാനമായ ശാസ്ത്രീയമായ പരിഹാരം എന്നുള്ള അർത്ഥത്തിലല്ല. അതല്ല ശാസ്ത്രീയമായ പരിഹാരം. ശാസ്ത്രീയമായ പരിഹാരം രോഗം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാലിന്യ പ്രശ്നവും മറ്റു കാര്യങ്ങളുമുണ്ട്. പക്ഷേ അത് നടക്കുന്നത് വരെ ഈ ABC അല്ലാതെ വഴിയില്ല. കാരണം നിങ്ങളിങ്ങനെ ഇഷ്ടംപോലെ മാലിന്യം കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയും നായകൾ ഇഷ്ടംപോലെ പെരുകുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമുണ്ട്. നമ്മളിത് ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. ഇത് സ്വാഭാവികമാണ്, നമുക്ക് കാണാൻ പറ്റില്ല. നായകളുടെ എണ്ണത്തിലെ വളർച്ച സ്വാഭാവികമായ ഒരു പാരിസ്ഥിതിക പ്രക്രിയയായിട്ട് ഞാൻ കാണുന്നില്ല. അത് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടുണ്ടാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് കാര്യം. വളരെയധികം നന്ദി ശ്രീ CR നീലകണ്ഠൻ പ്രതികരിച്ചതിന്. സുപ്രീം കോടതിയുടെ സുപ്രധാന ഉത്തരവിനെ കുറിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതായത് ദേശീയപാതകളിൽ നിന്നും സംസ്ഥാന പാതകളിൽ നിന്നും ജില്ലാ പാതകളിൽ നിന്നും അടക്കം പൊതു ഇടങ്ങളിൽ പൂർണ്ണമായും നായകളെ മാറ്റണമെന്നുള്ളതാണ് സുപ്രീം കോടതി ഉത്തരവ്. അതിനായി പ്രത്യേക ഷെൽട്ടർ ഹോമുകൾ നിർമ്മിക്കണം, അവിടേക്ക് ഈ നായകളെ എത്തിക്കണം, അവിടെ പാർപ്പിക്കണം. അതേസമയം തന്നെ വന്ധ്യീകരണ നടപടികളും പൂർത്തിയാക്കണമെന്നാണ് കോടതി ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത്. അതിലായിരുന്നു ശ്രീ CR നീലകണ്ഠൻ പ്രതികരിച്ചത്. വളരെയധികം നന്ദി. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാനുണ്ട്. ഇടവേളയ്ക്ക് ശേഷം